നമസ്കാരം സുഹൃത്തുക്കളെ, ഈ ബി സീസണിൽ രേണു സുധി എന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എല്ലാവരും തഴയുന്നു, എല്ലാവരും ട്രോൾ ചെയ്യുന്നു, ബോഡി ഷേമിംഗ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നിങ്ങൾ മനസ്സിലാക്കണം, PR വർക്ക് എന്ന് പറഞ്ഞ ഒരു ശക്തമായ കളിയിലൂടെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് ഈ ബിഗ് ബോസ്. അതായത് ഒരു കണ്ടസ്റ്റന്റ് ഒരു 100 ദിവസം അല്ലെങ്കിൽ 80-90 ദിവസം നിന്ന് കഴിഞ്ഞാൽ പെർ ഡേ 35,000 വെച്ച് 35 ലക്ഷം രൂപ കിട്ടും. ഈ PR-കാർ ഒരു 25-30 ലക്ഷം രൂപ ഇവർ മേടിക്കും. ഈ കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച് ഈ പൈസ നഷ്ടപ്പെട്ടാലും ഇവർക്ക് പിന്നീട് ഫെയിം ഉണ്ടാവും, ഇവർക്ക് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് രക്ഷപ്പെടാം. ഈ PR-കാർ ഇത് ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ അരിവേടിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഒരു പാവപ്പെട്ട പെണ്ണിനെ ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ട് മാത്രം എന്തിനാണ് ഇങ്ങനെ PR വർക്ക് ചെയ്യുന്നത്? രേണു സുധി ചെയ്ത തെറ്റെന്താണ്? സാധാരണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രിറ്റി ആവുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരെ കുറ്റം പറയുകയല്ല, അവർ തുണി പൊക്കി കാണിച്ചും തുണി ഉരിഞ്ഞുമൊക്കെയാണ് അവർ വൈറലാവുന്നത്. ആണുങ്ങളാണെങ്കിൽ കോമാളിത്തരം കാണിക്കുക, ഈ രണ്ട് ലക്ഷ്യമേ ഉള്ളൂ. പക്ഷേ ഈ രേണു സുധി ഒരിക്കലും തുണി പൊക്കി കാണിച്ചിട്ടില്ല, തുണി ഉരിഞ്ഞിട്ടില്ല. മാത്രമല്ല, അവർ ഒരുപക്ഷെ ഒരു കോമാളി സ്റ്റാറ്റസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആരെയാണ് വെല്ലുവിളിച്ചത്? കേരളത്തിലെ അറിയപ്പെടുന്ന നമ്പർ 1 കോമാളികളായ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, അട്ടായം അഭിലാഷ്, അതുപോലെ കിംബോയ്, കരടിയണ്ണൻ പോലുള്ള വമ്പൻ ടീമുകളെ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് മേളിൽ ഒരു കോമാളി ഇമേജ് ആയിട്ട്, ഒരു ലേഡി കോമാളിയായിട്ട് ഈ രേണു സുധിക്ക് വരാൻ പറ്റുമെങ്കിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന, അവരെ ബോഡി ഷേമിംഗ് ചെയ്യുന്ന എല്ലാവർക്കുമെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കണം. നമ്മളുടെ എല്ലാ സപ്പോർട്ടും രേണു സുധിക്ക് കൊടുത്തിരിക്കണം.